ഓവനിലല്ലാതെ പാത്രത്തിൽ തന്നെ വെച്ച് സ്റ്റൗവിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ആദ്യം പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കുക. അതിന് 3/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കരിയിച്ചെടുക്കണം. ഞാൻ 1.5 കപ്പ് മൈദ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഈ ഒരു കളറായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെയാണ് ഞാനിത് റെഡിയാക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പോലെ പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തെടുത്തിട്ട് ഇതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തത് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് പതഞ്ഞു വരുന്ന പരുവത്തിന് വേണം അടിച്ചെടുക്കാനായിട്ട്. 2 മുട്ട വേണ്ടെങ്കിൽ 1 മുട്ട വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇപ്പം നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. പൊടിച്ച് വെച്ച പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാരയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. 3/4 കപ്പ് പഞ്ചസാര കരിയിച്ചതും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറയ്ക്കണമെങ്കിൽ ഒന്ന് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/4 കപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെള്ള രൂപത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ മാവ് റെഡിയാക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസായി പോവും. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതൊന്ന് മിക്സ് ആവണ പരുവത്തിന് ആയി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് മധുരം കൂട്ടണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പഴുത്ത പഴം തന്നെ നോക്കി എടുക്കണം. ഒരു വലിയ പഴമാണെങ്കിൽ ഒരു വലിയ പഴം എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചെറുതായതുകൊണ്ട് 2 പഴം തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ട് അടിക്കാതെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ആ പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴം ഇല്ലെങ്കിൽ റോബസ്റ്റ പഴം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വറുക്കാതെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ പീസാക്കി എടുത്തിട്ട് ഒന്ന് ഓയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിന് കിട്ടുകയാണെങ്കിൽ കേക്ക് നല്ല പോലെ റെഡിയായി വരും. ഇനി കേക്ക് റെഡിയാക്കാനായിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലെല്ലാം ആക്കി കൊടുക്കാം. എല്ലാ വശവും നല്ല പോലെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ കേക്കെല്ലാം ഒട്ടിപ്പിടിക്കും. ഇനി പേപ്പറും കൂടി ഇട്ട് കൊടുക്കുക.
ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലാക്കി കൊടുക്കാം. അങ്ങനെ ഈ പേപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു ഗുണം, കേക്ക് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കേക്ക് സൈഡിലെല്ലാം ഒട്ടിപ്പിടിക്കും. ഇനി ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1 കിലോൻ്റെ അടുത്തെല്ലാം ഉണ്ടാവും. ഇത് 1.5 കപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 1 കപ്പൊക്കെ ആണെങ്കിൽ ചെറിയ ട്രേ മതി. ഇത് വലിയ ട്രേ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയോളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് പൊങ്ങിയിട്ട് വെളിയിലെല്ലാം പോവും. അപ്പോൾ ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. ആ ഒരു പരുവത്തിനാണ് ഞാൻ 1.5 കപ്പ് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലെല്ലാം കുറച്ച് അണ്ടിപ്പരിപ്പെല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ ഇതങ്ങ് പൊങ്ങുമ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം ഉള്ളിൽ പോവും. എങ്കിലും കൂടി ആദ്യം വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റായിട്ട് ഞാൻ ഈ പാത്രം ചൂടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5-10 മിനിറ്റ് ഒന്ന് പാത്രം നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേക്കിൻ്റെ ട്രേ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. 1 മണിക്കൂറൊക്കെ എടുക്കും കേക്കൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. ഒരു 50 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് കുത്തി നോക്കാം, ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓവനിലെല്ലാം വെക്കുമ്പോഴത്തേനും ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് റെഡിയായി കിട്ടും. എനിക്കിതൊരു 50 മിനിറ്റ് ആകുമ്പോഴത്തേന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പെല്ലാം ഉള്ളിൽ തന്നെ പോയിട്ടുണ്ട് പൊങ്ങി വന്നപ്പോൾ. ഇതിൻ്റെ അടിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പാത്രത്തിൽ ഒരു റിങ്ങോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഓവനിലെല്ലാം ഉണ്ടാക്കണ പോലെ തന്നെ നല്ല പോലെ കറക്റ്റായിട്ട് തന്നെ ഇതിലും കിട്ടുന്നുണ്ട്. പാത്രത്തിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. നല്ല പോലെ സോഫ്റ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓവനിൽ ചെയ്യണ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവനില്ലാത്തവർക്കും പാത്രത്തിൽ നല്ല പോലെ ചെയ്യാൻ പറ്റും. ഞാനിതിൽ മുന്നേ ഓവനിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ പാത്രത്തിൽ ചെയ്തപ്പോഴും അതേപോലൊക്കെ തന്നെയാണ് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.